ലിയോൺ അക്കാദമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാൻ 100 മിനിറ്റ് ടുവേഴ്സ് എ 100-fold ഈൽഡ് എന്ന പാഠഭാഗമാണ്. ചെടികളുടെ പ്രത്യുൽപാദനത്തെക്കുറിച്ചും ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ പാഠത്ത് പഠിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും മാങ്ങ കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എപ്പോഴെങ്കിലും നിങ്ങൾ മാവിൻ്റെ നട്ടു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മളൊരു മാവിൻ്റെ നടുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തൊക്കെയായിരിക്കും? ആ മാവ് പെട്ടെന്ന് കായ്ക്കണം, എന്നിട്ട് മധുരമുള്ള മാമ്പഴമൊക്കെ നമുക്ക് തരണം, അത് കഴിക്കണമെന്നൊക്കെ ആയിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും തുടങ്ങിയവ കൃഷി ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വേഗം ഫലം ഉണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. ഷുഡ് ഈൽഡ് ക്വിക്ക്ലി, മസ്റ്റ് ഈൽഡ് പ്ലെൻലി, ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഇവയെല്ലാമാണ് നമ്മൾ സാധാരണയായി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. നല്ല വിളവ് ലഭിക്കുന്ന വൃക്ഷങ്ങൾ ലഭിക്കാൻ നല്ല വിത്തുകൾ അല്ലെങ്കിൽ നല്ല നടീൽ വസ്തുക്കൾ നടണം. വിത്തുകൾ എവിടെയാണ് ഉണ്ടാകുന്നത്? ഒരു ചെടിയിൽ നിന്ന്. ആ ചെടിയുടെ ഫലത്തിനുള്ളിലാണ് വിത്തുണ്ടാകുന്നത്. ഇനി വിത്ത് ശേഖരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വിത്ത് ശേഖരിക്കാൻ നിങ്ങൾ ഏത് ചെടിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അതിൻ്റെ കാരണം എന്തൊക്കെയായിരിക്കും? A single plant can produce many fruits. The fruits formed at the initial and final stages of lifespan of plants are not ideal for seed collection. Seeds should be collected from the ripened fruits produced during the middle of the plant's lifespan. ഒരു ചെടിയിൽ തന്നെ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആദ്യം ഉണ്ടാകുന്ന ഫലങ്ങളും അവസാനം ഉണ്ടാകുന്ന ഫലങ്ങളും വിത്ത് ശേഖരിക്കുന്നതിന് അനുയോജ്യമായിരിക്കില്ല. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലത്തിൽ നിന്നായിരിക്കും വിത്തെടുക്കേണ്ടത്. പൊതുവെ അങ്ങനെയുള്ള വിത്തുകളിലായിരിക്കും കൂടുതൽ ഗുണമേന്മ ഉണ്ടാകുന്നത്. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ ഈൽഡ്. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾവേസ് ഹാവ് ഗുഡ് ക്വാളിറ്റി. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലവും ചെടിയും എന്നിവയും ഗുണമേന്മയുള്ളവ തന്നെ ആയിരിക്കണം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? മികച്ച വിത്ത് തിരഞ്ഞെടുക്കുവാൻ ഏതെല്ലാം ഘടകങ്ങളാണ് നമ്മൾ പരിഗണിക്കേണ്ടത്? പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ചെടിയാണ് സീഡ് കളക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ ചെടി ഹൈ ഈൽഡിങ്ങും ഹെൽത്തി പ്ലാന്റും ആയിരിക്കണം. ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. നമ്മൾ ഇനിയും സീഡ് കളക്ഷനായിട്ട് ഫ്രൂട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ ആൻഡ് ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇനി സീഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കണം, ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, അതുപോലെ നോർമൽ സൈസിലും ആയിരിക്കണം. ചെടിയാണെങ്കിൽ അത് ആരോഗ്യമുള്ളതായിരിക്കണം, നല്ല ഉൽപ്പാദന ശേഷിയുള്ളതായിരിക്കണം, ഇളം പ്രായമുള്ളതോ ആയുസിൻ്റെ അവസാനം എത്തിയതോ ആയിരിക്കരുത്. ഫലമാണെങ്കിൽ അത് മൂപ്പെത്തിയതും ചെടിയുടെ ആയുസിൻ്റെ മധ്യകാലത്തുണ്ടായതും രോഗബാധിത ഇല്ലാത്തതും പുഷ്ടിയുള്ളതുമായിരിക്കണം. വിത്താണെങ്കിൽ സ്വാഭാവികമായ ആകൃതിയുള്ളതും ആവശ്യത്തിന് ഭാരമുള്ളതും പ്രാണികൾ ആക്രമിക്കാത്തത് സ്വാഭാവികമായ നിറമുള്ളവയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് ബൈ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? ബെസ്റ്റ് സീഡ് കളക്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ബ്രോക്കൺ സീഡ് മസ്റ്റ് ബി അവോയ്ഡഡ്. പൊട്ടിയ കേടുള്ള വിത്തുകൾ നമ്മൾ ഒഴിവാക്കണം. കളക്ട് സീഡ്സ് ഫ്രം പ്ലാന്റ്സ് വിത്ത് ഹൈ ഈൽഡ്. ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുള്ള ചെടികളിൽ നിന്ന് വേണം വിത്തുകൾ ശേഖരിക്കാൻ. കളക്ട് സീഡ്സ് ഫ്രം ഹെൽത്തിയർ പ്ലാന്റ്സ്. ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് വേണം വിത്തുകൾ തിരഞ്ഞെടുക്കാൻ. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻ ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ഒരു സസ്യത്തിൻ്റെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലങ്ങളിൽ നിന്ന് വേണം വിത്ത് ശേഖരിക്കാൻ. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ്. പുതിയ തൈകൾ മുളച്ചിട്ടാക്കുന്ന പ്രക്രിയ. അത് 2 തരമുണ്ട്: സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സീഡ്സ് വിത്തുകൾ ഉപയോഗിച്ച് പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കുന്ന പ്രക്രിയ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വിത്തല്ലാതെ ആ ചെടിയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പുതിയ തൈകൾ മുളപ്പിച്ചെടുക്കുന്ന പ്രക്രിയയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ കായിക പ്രജനനം എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സാപ്ലിങ്സ് ഫ്രം സീഡ്സ് ആർ നോൺ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വിത്തിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചുണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? വെണ്ട, വെള്ളരി, തെങ്ങ്, പ്ലാവ് അതുപോലെ ഉള്ള ചെടികളെല്ലാം എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങളാണ്.
അതായത് എന്താ, ഇവയെല്ലാം വിത്തുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വിത്തിൽ നിന്ന് മാത്രമാണോ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്? കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് എന്നിവയെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇവയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പുതിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കറിവേപ്പ് വേരിൽ നിന്നും, ഇഞ്ചി ഭൂകാണ്ഡത്തിൽ നിന്നും, ഇലമുളച്ചി ഇലയിൽ നിന്നും, കുരുമുളക് കാണ്ഡത്തിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. New plants are formed from parts like root, stem, leaf and underground stems. Saplings can be formed not only from seeds but also from these parts. Hence these parts are also planting materials. വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. അതിനാൽ ഇവയും നടീൽ വസ്തുക്കൾ തന്നെയാണ്. ഇനി എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? The process of the production of new saplings from the vegetative parts of plants are called vegetative propagation. സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈകളെ ഉണ്ടാക്കുന്ന പ്രക്രിയയെയാണ് കായിക പ്രജനനമെന്ന് പറയുന്നത്. ഇനി കായിക പ്രജനനം വഴി പ്രത്യുൽപാദനം നടത്തുന്ന ചെടികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റൂട്ടിൽ നിന്ന്, വേരിൽ നിന്ന് പ്രത്യുൽപാദനം നടത്തുന്ന ചെടികളാണ് കറിവേപ്പ്, കായം, ആഞ്ഞിലി, കടപ്ലാവ്, ചന്ദനം എന്നിവ. ഭൂകാണ്ഡത്തിൽ നിന്ന് കാച്ചി, ഇഞ്ചി, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, മഞ്ഞൾ എന്നിവയും. ഇലയിൽ നിന്ന് ലെറ്റ്യൂസ്, കാബേജ്, ചീര, ഇലമുളച്ചി, പച്ചയുള്ളി എന്നിവയും. കാണ്ഡത്തിൽ നിന്ന് മുരിങ്ങ, കുരുമുളക്, റോസ്, ചെമ്പരത്തി, മുല്ല എന്നിവയുമാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.